ഹലോ ഗായ്സ്, അപ്പോൾ ഇതിനെ അടിപൊളിയായിട്ട് നമുക്കൊരു വാഴക്ക വെച്ച് തയ്യാറാക്കിയല്ലോ. നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതിന് ഒരു ബൗളിലോട്ട് ഞാനിപ്പോൾ 2 കൈയിലോളം കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണോളം 2 ടീസ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കട്ടി വേണ്ട കേട്ടോ. ഇനി കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പടി എന്താണെന്ന് വെച്ചാൽ വാഴക്ക അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു വാഴക്ക എടുത്തിട്ടുണ്ട്, അതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യത്തെ ഒരു തോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ അങ്ങ് നൈസായിട്ട് തിന്നായിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഒരു 10-12ഓളം ബജ്ജിയോളം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ മാവിലോട്ട് ഇതുപോലെ വാഴക്ക ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചുമ്മാതെ അറിയുന്നല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ. അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ടുള്ള ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.